ഹായ് ഹലോ വെൽക്കം ബാക്ക്. അങ്ങനെ ലാഡ ഏണിന്റെ വീട്ടിലേക്ക് വരികയാണ്. ഏൺ ലാഡയ്ക്ക് വേണ്ടിയിട്ട് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്ലാസ് നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ലാഡ അങ്ങോട്ട് വന്നിട്ട്, നീ എനിക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കണ്ട, നീ ഉണ്ടാക്കിയ ഒരു സാധനം പോലും ഞാൻ കഴിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ സ്മെല്ല് കാരണം ലാഡയ്ക്ക് കഴിക്കാതിരിക്കാനായിട്ട് സാധിക്കുന്നില്ല. ലാഡ കുറച്ച് കഴിച്ചിട്ട് അത് ഒട്ടും ടേസ്റ്റ് ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വീണ്ടും വീണ്ടും എടുത്ത് കഴിക്കുകയാണ്. ഏൺ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ അവൾ ആ ഫോർക്ക് താഴെ വെക്കുകയാട്ടോ. ഏണിന് മനസ്സിലായിട്ടുണ്ട് ലാഡയ്ക്ക് അത് ഒത്തിരി ഇഷ്ടായെന്ന്. അങ്ങനെ ഏൺ അവളുടെ വായയിലൊക്കെ വെച്ചു കൊടുക്കുന്നുണ്ട്. ലാഡയാണെങ്കിൽ വേണ്ട എന്ന് പറയുന്നുണ്ടെങ്കിലും അത് വാങ്ങി കഴിക്കുന്നുണ്ട്. അങ്ങനെ ലാഡ ഫുഡ് കഴിച്ചതിനു ശേഷം പാത്രങ്ങൾ കഴുകുകയാണ്. ആ സമയം ഏൺ പസില് ശരിയാക്കുകയായിരിക്കും. 3-4 വർഷം മുൻപ് ലാഡയാണ് ഏണിന് ആ പസില് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഏൺ ആ പസിൽ ശരിയാക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായെങ്കിലും അവൾക്ക് ഇതുവരെ അത് കംപ്ലീറ്റ് ആക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അങ്ങനെ ഏണിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ലാഡയും അങ്ങോട്ട് വരുന്നുണ്ട്. അവരുടെ ബ്രേക്കപ്പിന് ശേഷം അവരാദ്യമായിട്ടാണ് ഇങ്ങനെ സന്തോഷിക്കുന്നത്. അങ്ങനെ ലാഡ ആ പസിൽ ശരിയാക്കുമ്പോഴേക്കും നമ്മുടെ ഏൺ ഉറങ്ങിയിട്ടുണ്ടായിരിക്കും. ലാഡ അവൾക്ക് വേണ്ടിയിട്ട് ഒരു ബ്ലാങ്കറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രാവിലെ ആകുമ്പോഴേക്കും ആ പസിൽ മൊത്തം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഏൺ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആ പസിൽ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അവര് റിലേഷനിലായിരിക്കുമ്പോൾ ഏൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്കൊരു വീട് വാങ്ങാൻ ഒത്തിരി ഇഷ്ടാണെന്ന്. ആ വീട്ടിൽ ലാഡയ്ക്കും ഏണിനും ഒരുമിച്ച് താമസിക്കണം എന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീടിന്റെ പിക്ചറാണ് ഏണിന് കാണാനായിട്ട് സാധിച്ചത്. അങ്ങനെ അവൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ലാഡയ്ക്കാണെങ്കിൽ ഏണിന്റെ അടുത്തു നിന്നും പോകാനും തോന്നുന്നില്ല. കൂടുതൽ ഇഷ്ടമുണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവൾ വേഗം എഴുന്നേറ്റ് പോകുകയാണ്. പക്ഷെ ഏണാണെങ്കിൽ ലാഡയുടെ പിന്നാലെ പോയിട്ട് അവൾക്കൊരു ചെറിയ കിസ്സും കൊടുക്കുന്നുണ്ട്. ലാഡ അന്ന് വളരെ സന്തോഷത്തോടെയാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. എന്നിട്ട് ലാഡ അവളുടെ ക്യാബിനിലേക്ക് പോയി നോക്കുമ്പോഴാണ് വൈറ്റ് ലില്ലീസ് ഇരിക്കുന്നത് കാണുന്നത്. ലാഡയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്ലവേഴ്സ് ആണ്. എന്നിട്ട് ലാഡ തനിയെ പറയുന്നുണ്ട്, നിനക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ എനിക്ക് ലില്ലീസ് ഭയങ്കര ഇഷ്ടാണെന്ന്? എനിക്ക് വേണ്ടിയിട്ട് നീ ഇതൊക്കെ സെറ്റാക്കിയോ? അങ്ങനെ അവൾ തനിയെ സംസാരിച്ചു നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് വസന് വരുന്നതും, ലാഡ നിനക്ക് വേണ്ടിയാണ് ഞാൻ ആ ഫ്ലവേഴ്സ് അവിടെ വെച്ചത്, നിനക്കത് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നതും. ലാഡ ആകെ ചമ്മി പോവാണ്. എന്നിട്ട് നീയാണോ ഇത് കൊണ്ടുവന്ന് വെച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വസന് പറയുന്നുണ്ട് ലാഡയ്ക്ക് വേണ്ടിയിട്ട് അവൻ തന്നെ വാങ്ങിയതാണ്, അവർക്ക് രണ്ടുപേർക്കും കൂടി ഒരു കോഫി കുടിക്കാൻ പോയാലോന്ന്. ലാഡ വസനുവിനോട് ഓക്കെ പറയുന്നുണ്ടെങ്കിലും അവൻ പോയ ഉടനെ തന്നെ അവളുടെ ഫ്രണ്ട്സിന് മെസ്സേജ് അയക്കുകയാണ്. അങ്ങനെ ലാഡയും വസനും കൂടി കോഫി ഷോപ്പിലെത്തിയ ഉടനെ തന്നെ അങ്ങോട്ട് ഡോക്ടർ ബോയും ഡോക്ടർ ടാനും എത്തുന്നുണ്ട്. അവരുടെ പ്ലാൻ അനുസരിച്ച് അപ്പോൾ തന്നെ ലാഡയ്ക്കൊരു കോള് വരികയാണ്. ആ കോള് വന്നതും ഒരു എമർജൻസി കേസ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ലാഡ വേഗം തന്നെ ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ ലാഡ പോയ ഉടനെ തന്നെ ഡോക്ടർ ബോനും കോൾ വരികയാണ്. അങ്ങനെ അവളും പോകുന്നുണ്ട്. പാവൻ ടാൻ മാത്രം അവിടെ ആകെ ഒറ്റയ്ക്കായി പോവുകയാണ്. വസനു ടാനിനോട് ലാഡയ്ക്ക് എപ്പോഴും ഇങ്ങനെ എമർജൻസി കേസുകൾ വരാറുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ടാനിനാണെങ്കിൽ കള്ളത്തരങ്ങളൊന്നും മൈൻഡിലേക്ക് വരുന്നില്ല. അപ്പോഴാണ് വസനുവിന്റെ കോഫി റെഡി ആയെന്ന് പറയുന്നത്. ആ തക്കം നോക്കിയിട്ട് ടാൻ രക്ഷപ്പെടാനായിട്ട് നോക്കുകയാണ്. പക്ഷെ വസന് സമ്മതിക്കുന്നില്ല കേട്ടോ. അവർ രണ്ടുപേരും ഒരുമിച്ച് ആ കോഫി എടുക്കാനായിട്ട് പോവുകയാണ്. പെട്ടെന്നാണ് അത് അവരുടെ ദേഹത്തേക്കും തെറിക്കുന്നത്. നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. ഡോക്ടർ ടാൻ അവന് ഡ്രസ്സ് മാറ്റുമ്പോൾ വസന് ചെറുതായിട്ടൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പൊള്ളിയ ഭാഗത്തെല്ലാം മരുന്ന് തേക്കുകയാണ്. വസനുവിനും തേച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയം അവർ പരസ്പരം നോക്കി നിൽക്കുകയാണ്. വസനു പറയുന്നുണ്ട് അവൻ തന്നെ മരുന്ന് തേച്ചോളാന്ന്. പക്ഷെ ടാൻ പറയുകയാണ് അത് കുഴപ്പമില്ല, ഏതായാലും അവനൊരു ഡോക്ടർ അല്ലേ, അതുകൊണ്ട് തന്നെ അവൻ തന്നെ തേച്ചു തരാന്ന്. അത് കേൾക്കുമ്പോൾ വസനു, ടാൻ നീ മറന്നുപോയോ, ഞാനും ഒരു ഡോക്ടറാ, ഞാൻ തന്നെ ഓൾമെന്റ് തേക്കാന്നും പറഞ്ഞുകൊണ്ട് ആ മരുന്ന് വാങ്ങിക്കുകയാണ്. എന്നിട്ട് അവര് രണ്ടുപേരും ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. വസനുവിന്റെ കയ്യിൽ വേറെ ഷർട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ടാനിന്റെ ഷർട്ടാണ് അവൻ ഇടുന്നത്. വസനു പോകുമ്പോഴും ടാൻ അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അവിടെ ഏൺ വളരെ സന്തോഷത്തോടെയാണ് ഇന്ന് ഷൂട്ടിങ്ങിന് പോകുന്നത്. എല്ലാവർക്കുമുള്ള സ്വീറ്റ്സും വാങ്ങിക്കുന്നുണ്ട്. എങ്ഫ എന്താ കാര്യമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഏൺ പറയുന്നുണ്ട് ഇന്ന് അവൾ വളരെ ഹാപ്പിയാണ്, അതുകൊണ്ടാണ് എല്ലാവർക്കും ട്രീറ്റ് ചെയ്യുന്നതെന്ന്. എങ്ഫ പറയുന്നുണ്ട്
അവൾക്ക് സ്നാക്സോ പൈസയൊന്നും വേണ്ട, പകരം ഒരു കിസ്സോ മതിയെന്ന്. ഏണിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. എന്നിട്ട് എങ്ഫ ഏണിന്റെ അടുത്തേക്ക് ക്ലോസ് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം റാറ്റി ഫോട്ടോ എടുക്കുന്നുണ്ട്. എങ്ഫ ഏണിന്റെ അടുത്തേക്ക് ക്ലോസ് ആയി പോകുമ്പോഴാണ് ഏണിന്റെ മാനേജർ വരുന്നതും എങ്ഫയെ പെട്ടെന്ന് തന്നെ മാറ്റി നിർത്തുന്നതും. അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. ഷൂട്ടിങ്ങിനിടയില് റാറ്റി നമ്മുടെ ഏണിനെ തട്ടിയിടുന്നുണ്ട്. അവള് വേണമെന്ന് വെച്ച് തന്നെയാണ് ഇത് ചെയ്തത്. പക്ഷെ എല്ലാവരോടും അവൾ പറയുന്നത് അറിയാതെ ചെയ്തതാണെന്നാണ്. വീണത് കൊണ്ട് തന്നെ ഏണിന്റെ കാല് ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അവളെ ഉടൻ തന്നെ ആശുപത്രിയിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. ഏണിന്റെ കേസ് ലാഡയാണ് നോക്കുന്നത്. ഷൂട്ടിങ്ങിനിടയിലാണ് ഏണിന് മുറിവ് പറ്റിയതെന്ന് ലാഡയ്ക്ക് അറിയാം. പക്ഷെ ഇതിന് പിന്നിൽ റാറ്റിയാണെന്ന് ലാഡയ്ക്ക് അറിയത്തില്ല. ഏണിനെ സമാധാനിപ്പിക്കാനായിട്ട് ലാഡ അവളുടെ കൈയൊക്കെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് മുറിവുള്ള സ്ഥലത്ത് സ്റ്റിച്ച് ഇടുകയാണ്. ഏൺ പറയുന്നുണ്ട് അവൾക്ക് ഇപ്പോൾ മുറിവ് പറ്റിയത് വളരെ നന്നായി, അതുകൊണ്ടാണല്ലോ ലാഡയെ കാണാനായിട്ട് സാധിച്ചതെന്ന്. ലാഡയും പണ്ടത്തെ കാര്യങ്ങളെല്ലാം മറന്നിട്ട് ഏണിനെ ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ ഏണിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. എങ്ഫ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ലാഡ അധിക സമയം ഏണിന്റെ അടുത്ത് നിൽക്കുന്നില്ല. എങ്ഫ എന്നിട്ട് ലാഡയോട് പോയി പറയുകയാണ്, അബ്രോഡിലായിരിക്കുമ്പോൾ നീയും ഏണും ഒരുമിച്ചായിരുന്നല്ലേ? ലാഡ പറയുന്നുണ്ട്, ഏണാണോ ഇത് നിന്നോട് പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ എന്താ ബന്ധമൊന്നും അവൾ നിന്നോട് പറഞ്ഞിരിക്കൂലോ. എങ്ഫ പറയുന്നുണ്ട്, ആ ഏൺ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അവൾ പറഞ്ഞത് നിങ്ങൾ ഫ്രണ്ട്സ് ആണെന്നാ. അത് കേട്ടതും ലാഡയ്ക്ക് ഒരുപാട് ദേഷ്യം വരികയാണ്. എന്നിട്ട് ഏണിനെ വളരെ ദേഷ്യത്തോടെ നോക്കിയിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. പാവം ഏൺ ആണെങ്കിൽ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. എന്നിട്ട് ഏൺ എങ്ഫയോട് ചെറുതായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നടന്നതെല്ലാം റാറ്റി കണ്ടിട്ടുണ്ട്. എന്നിട്ട് അവൾ നേരെ പോകുന്നത് ലാഡയുടെ അടുത്തേക്കാണ്. ഒരു ക്രീം വാങ്ങാനായിട്ടാണ് അവൾ അങ്ങോട്ട് പോകുന്നത്. ലാഡ അവൾക്കുള്ള ക്രീം എടുക്കുമ്പോഴാണ് റാറ്റിയുടെ മാനേജർ വിളിക്കുന്നതും റാറ്റി ആ കോൾ എടുക്കുന്നതും. കോൾ എടുത്തോണ്ട് അവൾ പറയുന്നുണ്ട്, എങ്ഫ നീ എന്തിനാ ഇപ്പോൾ വിളിക്കുന്നത്? ലഞ്ച് കഴിക്കാൻ വരാനോ? നിന്റെ കൂടെ ആരുള്ളത്? ഏണാണോ? ഈ പ്രാവശ്യം നിങ്ങൾ രണ്ടുപേരും കൂടെ പോ. നിങ്ങളുടെ ഇടയില് ഒരു കട്ടുറുമ്പാവാൻ ഞാൻ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ കട്ടാക്കുവാണ്. എന്നിട്ട് ലാഡയോട് പറയുന്നുണ്ട്, ഡോക്ടർ നിങ്ങൾക്ക് അറിയില്ലാലേ, ഏണും എങ്ഫയും റിലേഷനിലാണ്. എപ്പോഴും ഒരുമിച്ച് മാത്രമാണ് അവർ ഫുഡ് കഴിക്കാൻ പോവുള്ളൂ. അവരുടെ റിലേഷൻ ആരും കണ്ടുപിടിക്കാതിരിക്കാൻ അവർ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ എന്നെയും വിളിക്കും. അങ്ങനെയാണെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കില്ലല്ലോ. ഏണിന്റെ സ്വഭാവം എനിക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല. അവൾ ആരെയാണോ കാണുന്നത് അപ്പോൾ തന്നെ അവരോട് ഇഷ്ടം തോന്നും. എന്റെ കയ്യിൽ കുറച്ച് ഫോട്ടോസ് ഉണ്ട്, നീ ഇത് കണ്ടു നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് റാറ്റി ഇന്നെടുത്ത ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. എങ്ഫ ഏണിനെ കിസ് ചെയ്യുന്നത് പോലെ അഭിനയിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഈ ഫോട്ടോ കാണുമ്പോൾ ലാഡ തെറ്റിദ്ധരിക്കുകയാണ്. എന്നിട്ട് രാത്രി തന്നെ ഏണിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഏൺ അവിടെ ആ പസിൽ നോക്കി നിൽക്കുകയായിരിക്കും. ലാഡ ഏണിന്റെ അടുത്തേക്ക് പോയിട്ട്, നിനക്ക് എന്താ വേണ്ടത്? നീ എന്തിനാ എന്റെ ഫീലിങ്സ് വെച്ച് കളിക്കുന്നേ? ഞാനൊരു മണ്ടത്തിയാണെന്നാണോ നീ വിചാരിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ലാഡ എന്താ പറയുന്നേന്ന് ഏണിന് ഒട്ടും മനസ്സിലാവുന്നില്ല. ലാഡ വീണ്ടും പറയുന്നുണ്ട്, നീ പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും ഒരു കള്ളിയാണ്. ഏൺ പറയുന്നുണ്ട്, നീ എങ്ഫയെ തെറ്റിദ്ധരിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? എങ്ഫ എന്റെ ഒരു ഫ്രണ്ട് മാത്രാണ്. എനിക്ക് നിന്നോട് മാത്രാണ് ഫീലിങ്സ് ഉള്ളത്. നീയുമായിട്ടുള്ള ഒരു ജീവിതമാണ് ഞാൻ സ്വപ്നം കാണുന്നത്, അതും നമ്മൾ ആഗ്രഹിച്ച വീട്ടിൽ എന്നൊക്കെ പറയുമ്പോൾ ലാഡ ആ പസിൽ അങ്ങെടുത്ത് വലിച്ചെറിയുകയാണ്. അവർ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ച ആ വീടിന്റെ ചിത്രമാണല്ലോ ആ പസിലിൽ ഉണ്ടായിരുന്നത്. ലാഡ അതൊക്കെ നശിപ്പിക്കുമ്പോൾ ഏൺ അവളെ മാറ്റി നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ലാഡ വീണ്ടും പറയുകയാണ്, നീ എന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു പറ്റിക്കുകയാണോ? നിനക്ക് ശരിക്കും എന്റെ കയ്യിൽ നിന്നും എന്താ വേണ്ടത്? പൈസയാണോ? എന്റെ കൂടെ കിടക്കുന്നതിന് നിനക്ക് എക്സ്ട്രാ പൈസ വേണമെങ്കിൽ ഞാൻ അതും കൂടി തരാം. ഏണിന് ദേഷ്യം വന്നിട്ട് ലാഡയെ അടിക്കുകയാണ്. അതേ സമയത്ത് തന്നെയാണ് ഏണിന്റെ മാനേജർ അങ്ങോട്ട് വരുന്നതും ലാഡ ഇറങ്ങി പോകുന്നതും. ഏൺ അവിടെ ഇരുന്നിട്ട് ഒരുപാട് കരയുന്നുണ്ട്. ലാഡ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് അവൾക്ക് ഒട്ടും അറിയത്തില്ല. ഇതെല്ലാം റാറ്റിയുടെ കുരുട്ടുബുദ്ധിയാണെന്ന് ലാഡയ്ക്കും മനസ്സിലാകുന്നില്ല. ലാഡ ബാറിലേക്ക് പോയിട്ട് ഒരുപാട് ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്, കുറെ കരയുന്നുണ്ട്. ഏൺ അവിടെ ഇരുന്നിട്ട് ആ പസിൽ വീണ്ടും ശരിയാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഏണിന്റെ വിഷമം കാണുമ്പോൾ അവളുടെ മാനേജറിനും ഒരുപാട് വിഷമാവുന്നുണ്ട്. എന്നിട്ട് ഉടനെ തന്നെ എങ്ഫയെ വിളിച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. അടുത്ത ദിവസം എങ്ഫ ലാഡയെ കാണാനായിട്ടും പോകുന്നുണ്ട്. ലാഡ പറയുകയാണ്, ഏണിനെ കുറിച്ച് എന്തെങ്കിലും പറയാനാണെങ്കിൽ
അത് കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. എങ്ഫ പറയുന്നുണ്ട്, നിനക്ക് അവൾ ഇഷ്ടമില്ലെങ്കിൽ ഇനി ശരിക്കും ഞാൻ അവളെ എന്റെ ഗേൾ ഫ്രണ്ട് ആക്കും. ഞാൻ ഒരു പ്രാവശ്യം ഏണിനെ പ്രൊപ്പോസ് ചെയ്തതാണ്. പക്ഷെ അവൾ എന്നോട് പറഞ്ഞത് അവൾക്ക് നിന്നെ മാത്രമാണ് ഇഷ്ടമെന്നാ. എന്നെ പോലെ ഒരാളെ അവൾ വേണ്ടാന്ന് വെക്കണമെങ്കിൽ അവൾ നിന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടാവും. അവളുടെ ലൈഫിലേക്ക് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. എന്നിട്ടും അവൾ ഇപ്പോഴും ചൂസ് ചെയ്യുന്നത് നിന്നെ മാത്രാണ്. നിനക്ക് അവളുടെ ഇഷ്ടം മനസ്സിലാകുന്നില്ലേ? ഇങ്ങനെ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ അവരെ എത്രമാത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അവളെ നീ നഷ്ടപ്പെടുത്തുവാണെങ്കിൽ നിന്റെ പകുതിയെ നീ നഷ്ടപ്പെടുത്തുന്ന പോലെയായിരിക്കും. നീ തന്നെ ഒന്ന് ചിന്തിക്ക്. ആ സമയത്ത് ലാഡയ്ക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുകയാണ്. ലാഡ റാറ്റിയുടെ കാര്യവും എങ്ഫയോട് ഷെയർ ചെയ്യുന്നുണ്ട്. ലാഡയുടെ മനസ്സിലുണ്ടായിരുന്ന എല്ലാ തെറ്റിദ്ധാരണകളും എങ്ഫ ക്ലിയർ ചെയ്യുന്നുണ്ട്. എങ്ഫ എന്നിട്ട് നേരെ പോകുന്നത് റാറ്റിയുടെ അടുത്തേക്കാണ്. റാറ്റി ആദ്യമായിട്ടല്ല ഒരു സ്റ്റാറിനെ കുറിച്ച് വളരെ മോശമായിട്ട് സംസാരിക്കുന്നത്. അവൾ ഇതിനു മുമ്പും പല സ്റ്റാറുകളെ കുറിച്ചും വളരെ മോശമായിട്ട് സംസാരിക്കുകയും അവരുടെ കരിയർ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തെളിവ് എങ്ഫയുടെ കയ്യിലുണ്ട്. റാറ്റി ഇനിയും ഏണിനെ ശല്യം ചെയ്യുകയാണെങ്കിൽ അവളുടെ കയ്യിലുള്ള ആ തെളിവുകൾ വെച്ചിട്ട് റാറ്റിയുടെ കരിയർ തന്നെ ഇല്ലാതാക്കുന്നും പറയുന്നുണ്ട്. ഏൺ ഇപ്പോഴും ആ പസിലുകളൊക്കെ ശരിയാക്കുകയാണ്. ആ സമയം അവൾ ചിന്തിക്കുന്നത് ലാഡയെ കുറിച്ചാണ്. ഏൺ ഓരോ പ്രാവശ്യവും ലാഡയുടെ അടുത്തേക്ക് പോകുമ്പോഴും ലാഡ അവൾ വിഷമിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഏൺ ഇത്രയ്ക്കൊക്കെ ശ്രമിച്ചിട്ടും ലാഡയെ അവൾക്ക് കിട്ടുന്നില്ലല്ലോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അവൾക്ക് അറിയുന്നില്ല. അതേസമയം തന്നെയാണ് ലാഡ അങ്ങോട്ട് വരുന്നത്. പക്ഷെ ഏൺ ആണെങ്കിൽ ലാഡയെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവൾ അത്രയ്ക്കധികം വിഷമിച്ചിരുന്നു. അങ്ങനെ ഇവിടെ വെച്ചിട്ട് ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി എന്താ ഉണ്ടാവാന്നറിയാനായിട്ട് അടുത്ത എപ്പിസോഡുകൾക്കായി വെയിറ്റ് ചെയ്യാം. ബൈ.